ഒരു കാലഘട്ടത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഡിഫൻഡറും ഫോർവേഡും ഒക്കെ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ചെറിയ സംഭവം കിട്ടിയാൽ പോലും ഏത് ഘട്ടത്തിലും അതൊരു ഫയറായി മാറും എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. ഇപ്പോഴും ഒരു സ്ത്രീ വിരുദ്ധതയുടെ പേരിലാണ് അദ്ദേഹം വേട്ടയാടപ്പെടുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിൽ പൊതുബോധമുള്ള കേരളത്തിൻ്റെ മണ്ഡലത്തിൽ ആർക്കും എതിരഭിപ്രായമുണ്ടാവില്ല. പക്ഷേ അന്തരീക്ഷത്തിൽ മാത്രം വിലയം പ്രാപിച്ച് നിൽക്കുന്ന ചില ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുടെ പേരിൽ ഒരു മനുഷ്യൻ വല്ലാത്ത മാനസിക സംഘർഷത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്കാർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ആ ഘട്ടത്തിൽ എൻ്റെ മനസ്സ്, വ്യക്തിപരമായിട്ട് എൻ്റെ മനസ്സ് പറയുന്നത്, ഒരു കോടതി എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ, ഒന്ന് ആരോപണ വിധേയനും മറ്റൊന്ന് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രിയായിരുന്നു. ഉമ്മൻചാണ്ടിയെ ദീർഘനാൾ സരിതയുടെ പേരിൽ വേട്ടയാടി. പക്ഷേ പിന്നീട് നമ്മൾ തിരിച്ചറിഞ്ഞത് എന്താണ്? എല്ലാ കേസുകളിൽ നിന്നും വിമുക്തനായി അഗ്നിശുദ്ധി വരുത്തിയ ഒരു ഉമ്മൻചാണ്ടിയെയാണ് അദ്ദേഹത്തിൻ്റെ പട്ടടയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കേരളം കണ്ണീരും വാർത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതേ അർത്ഥത്തിൽ ഒരാൾ കുറ്റവാളിയായി മാറുന്നതുവരെ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല. പക്ഷേ മറുഭാഗത്ത് നമ്മൾ കാണേണ്ടത്, പാർട്ടിക്ക് ചില സന്ദർഭങ്ങളിൽ പ്രതിരോധം തീർക്കേണ്ടി വരും. പ്രത്യേകിച്ച് കേരളത്തിലെ ചില മാധ്യമ അജണ്ടകൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കേരളത്തിലെ ചില പ്രത്യേക മാധ്യമങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഐക്യജനാധിപത്യ മുന്നണിയെയും ആക്രമിക്കുക എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു അജണ്ടയുമായി മുന്നോട്ട് പോവുകയാണ്. അവർ ഒരു സ്ത്രീ വിരുദ്ധതാ വിഷയം ഉയർത്തി ചില ബോഗസായിട്ടുള്ള തെളിവുകൾ ആകാശത്തിൽ ഇങ്ങനെ ഉയർത്തി വിടുമ്പോൾ അതിനെ പ്രതിരോധിച്ച് മുഖം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സത്യത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിട്ടുമുണ്ട്. ആ ഉത്തരവാദിത്വമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളും ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്.